സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളുയർത്തി വീശി പറയാം, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ആശ്രയവും സങ്കേതവുമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ വചനമയച്ച് നമ്മളെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ വചനം കേൾക്കുവാൻ ശക്തമാക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചന വെളിച്ചത്തിൽ ജീവിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ശാന്തമായി കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്കിരിക്കാം. ഒത്തിരിയധികം വേദനകളുണ്ട് മനസ്സിൽ, വിങ്ങുന്ന നൊമ്പരങ്ങളുണ്ട്, രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, കുടുംബത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കാൻ മനുഷ്യനാലാവാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ജീവിതത്തിൽ പ്രതീക്ഷയറ്റ നിമിഷങ്ങളുണ്ട്. എല്ലാത്തിനും ഒരു ഉത്തരം നൽകുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ പ്രശ്നങ്ങളെ അറിയുന്ന, എൻ്റെ ഹൃദയത്തെ തൊട്ടു മനസ്സിലാക്കുന്ന, എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി നിൽക്കുന്ന, എന്നെ മാറോട് ചേർക്കുന്ന സർവശക്തനായ ദൈവം. അവൻ്റെ മുമ്പിൽ എൻ്റെ മനസ്സ് ശാന്തമാകണം, ഭാരങ്ങളില്ലാതാവണം. കാരണം അവിടുന്ന് മാത്രമേയുള്ളൂ എൻ്റെ സംരക്ഷകനായി, എൻ്റെ കണ്ണുനീരൊപ്പുന്നവനായി എൻ്റെ കൂടെയുള്ളൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. അവന് എൻ്റെ ആവശ്യമുണ്ട്. ഞാൻ അകന്നു പോയാലും അവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഏതെല്ലാം വഴികളിലൂടെ പോയാലും എൻ്റെ സംരക്ഷകനായി അവൻ എൻ്റെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങട്ടെ. എന്നെ അവൻ വീണ്ടെടുത്ത് രക്ഷിച്ചിരിക്കുന്നു. എന്നെ മോതിരം അണിയിച്ച് എൻ്റേതാക്കി മാറ്റുന്നു. കർത്താവിനെ ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിയോഗങ്ങളെല്ലാം അവൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ശാന്തമായ ഹൃദയത്തോടെ അവിടുത്തെ വചനത്തെ ശ്രവിക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ. ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, അന്ന് ഞാൻ നിന്നെ എൻ്റെ മോതിരം പോലെയാക്കും. എന്തെന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വചനം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. ഹഗായി പ്രവാചകൻ 2-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, അന്ന് ഞാൻ നിന്നെ എൻ്റെ മോതിരം പോലെയാക്കും. എന്തെന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വചനത്തെ ഓർത്ത് കരങ്ങൾ ഉയർത്തി നമുക്ക് നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി ചൊല്ലാം. നമ്മൾ ഇന്ന് അമ്മ ത്രേസ്യയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള തിരുസ്വരൂപ പ്രതിഷ്ഠ നടത്തുന്ന ദിവസമാണ്. അമ്മയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ നന്ദി പറയുകയും
അതോടൊപ്പം ഒരിക്കൽ കൂടെ അമ്മയുടെ സംരക്ഷണത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. ഏറ്റവും അനുഗ്രഹപൂർണമായ ദിവസം. ആ ദിവസത്തിൽ ഹഗായി പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം അണിയിക്കും, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീ എൻ്റേതാണ്. എത്ര സന്തോഷകരമായ ഒരു വാക്യം. അറിയാം, മുദ്രമോതിരം അണിയിക്കുക ഒരു വ്യക്തി തൻ്റെ സ്വന്തമെന്നറിയിക്കാൻ വേണ്ടിയാണ്. കല്യാണം കഴിച്ചവരൊക്കെ തങ്ങളുടെ ആ മുദ്രമോതിരത്തിൽ ഇത് നോക്കിക്കേ, ഇട്ടൊന്ന് ചോദിച്ച് ഇതിൻ്റെ അർത്ഥം എന്താണ്. സിസ്റ്റേഴ്സിൻ്റെ കൈകളിലൊക്കെ കാണാം ഒരു സ്റ്റീൽ വള, ഒരു മോതിരം. അവർ തങ്ങളുടെ നിത്യവ്രത വാഗ്ദാനം കഴിയുമ്പോൾ, അച്ഛന്മാർക്ക് അങ്ങനെ ഇല്ല എങ്കിൽ തന്നെയും, കാരണം ഞാൻ ദൈവത്തിൻ്റെതാണ്, ദൈവം എന്താണ്. അവനെ ഞാൻ എൻ്റെ നാഥനായി, സംരക്ഷകനായി, എൻ്റെ എല്ലാമായി ഞാൻ മാറ്റിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളം. അതുപോലെ തന്നെയാണ് വിവാഹ ജീവിതത്തിൽ ഇവൻ എന്റെയാണ്, ഇവൾ എന്റെയാണ് എന്ന് ജീവിതത്തിന്റെ അവസാനം വരെ ഞങ്ങൾ ഒന്നായിരിക്കുമെന്നൊരു വാഗ്ദാനത്തിന്റെ അടയാളം. അതുപോലെ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓരോ മുദ്രമോതിരം അണിയിച്ചിട്ട് പറയും, നീ എന്റേതാണ്, നീ എൻ്റെ സ്വന്തമാണ്. എത്ര സന്തോഷകരമായ ഒരു സമയമാണത്. ദൈവത്തിന്റെ സ്വന്തമായി നമ്മളെല്ലാവരും മാറുന്ന നിമിഷം, ദൈവത്തിന്റെ ഒരു മുദ്ര നമ്മുടെ ജീവിതത്തിൽ ദൈവം പതിക്കുന്ന നിമിഷം, നീ എന്റെ സ്വന്തമാണെന്ന് ദൈവം അരുൾ ചെയ്യുന്ന നിമിഷം, അതിനേക്കാൾ മനോഹരമായ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഹഗായി പ്രവാചകൻ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. ജെറുസലേം ദേവാലയം ബാബിലോണിയക്കാർ തകർത്തു. ജെറുസലേം ദേവാലയത്തെ കല്ലിന്മേൽ കല്ലില്ലാതെ കർത്താവ് പ്രവചിച്ചതുപോലെ ആക്കി തീർത്തു. സെരൂസ് രാജാവിന്റെ കാലത്ത് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ദൈവത്തിന്റെ ആലയം നമുക്ക് പണിയണം. അങ്ങനെ അവർ പണിയുവാൻ ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല. ദാരിയൂസ് രാജാവിന്റെ ഭരണകാലത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ ഈ ഇസ്രായേൽ ജനതകൾക്ക് ഒരു പ്രതീക്ഷ നൽകി. തങ്ങൾ തകർക്കപ്പെട്ട ദൈവാലയം പുനരുദ്ധരിക്കുവാൻ അവർക്കൊരു മനസ്സിനൊരു പ്രചോദനമുണ്ടായി. ഈ സമയത്താണ് ഹഗായി പ്രവാചകൻ ജെറുസലേം ജനതയിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ പ്രവചനം നടത്തുക. 2 അധ്യായങ്ങളിൽ 4 മാസത്തിനുള്ളിൽ 4 പ്രവചനങ്ങളാണ് ഈ ഹഗായി പ്രവാചകൻ നൽകുക. എന്താണ് കർത്താവ് ഇസ്രായേൽ ജനതയോട് പറയുന്നത് ഇങ്ങനെയാണ്, ജെറുസലേം കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കുവാൻ സമയമായിട്ടില്ല എന്ന് ജനം പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് ഹഗായി പ്രവാചകനോട് അരുൾ ചെയ്യുന്നു, എന്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ മച്ചിട്ട ഭവനങ്ങളിൽ നിങ്ങൾക്ക് വസിക്കാൻ എങ്ങനെ സാധിക്കുന്നു? കർത്താവിന്റെ ആലയം തകർക്കപ്പെട്ട് കിടക്കുകയാണ്. ജെറുസലേം നിവാസികൾ തങ്ങൾക്ക് വേണ്ടുന്ന ഭവനങ്ങളെ അവർ പണിതുയർത്തുകയാണ്. മച്ചിട്ട ഭവനങ്ങൾ, സംരക്ഷണമുണ്ട്, ആ വലയത്തിനുള്ളിൽ അവർ സുരക്ഷിതരാണ്. തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ ജീവിതവും ഒക്കെ സുരക്ഷിതമായിട്ട് അവർ കാണുന്നു. എന്നാൽ കർത്താവിന്റെ ദൈവാലയം തകർക്കപ്പെട്ട് കിടക്കുന്നു. യഹോവ ചോദിക്കുകയാണ്, എന്റെ ദൈവാലയം തകർക്കപ്പെട്ട് കിടക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മറ്റുള്ള ഭവനത്തിൽ സംരക്ഷണം ലഭിക്കുക? മറ്റു വിധത്തിൽ പറഞ്ഞാൽ, എങ്ങനെയാണ് നിങ്ങൾ ശാന്തമായി സ്വസ്ഥമായി കൂർക്കം വലിച്ച് ഉറങ്ങാൻ പറ്റുക? അതാണ് ചോദ്യം. ശാന്തമായി സ്വസ്ഥമായി എങ്ങനെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നു? കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്ന് പറയുക, ഭർത്താവ് കുടിച്ചു വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് തിണ്ണയിൽ ഒരു പാവിരിക്കും. പാവിരിച്ചിട്ട് ഞാനും കൊച്ചും കൂടെ കടുക്കളവാതിലിന്റെ പുറകിൽ നിൽക്കും.
എന്നിട്ട് ഈ മനുഷ്യൻ വന്നങ്ങോട്ട് കേറും, എന്തൊക്കെയോ വിളിച്ചു പറയും. അറിയാമല്ലോ, കള്ളു കുടിച്ചു വരുന്നവരെ ഭാര്യയെ വിളിക്കുന്ന ഭാഷയൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറയും. അങ്ങനെ ഇത് കേൾക്കാനും സഹിക്കാനും പറ്റാതെ ഞാനും പിള്ളേരും ഒക്കെ അടുക്കളവാതിലിന്റെ അവിടെ മറഞ്ഞിരിക്കും. ഇനി അദ്ദേഹം പെരയ്ക്കകത്തോട്ട് കയറി വന്നാൽ ഞങ്ങൾ ഓടിപ്പോയി പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പാത്തിരിക്കും. അദ്ദേഹം വന്ന് അവിടെ വന്നങ്ങ് കിടന്നാൽ കുഴപ്പമില്ല. അപ്പോൾ വരുമ്പം തന്നെ ഞാൻ പാവിരിച്ചിട്ട് കൊടുക്കും. അദ്ദേഹം ഉറങ്ങുന്ന ഉറക്കം കണ്ടാലുണ്ട് വെച്ചാ കൊതി വരും. ചേച്ചി പറയാ, കൊതി വരൂ. ആ മനുഷ്യൻ എങ്ങനെ കിടന്നുറങ്ങുന്നു? അയാൾക്കൊരു ബോധമുണ്ടെങ്കിൽ എന്നെ അടിക്കും, മക്കളെ തെറി പറയും, ആ കുടുംബത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും ഒക്കെ നശിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ ഉറക്കം കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നു. അങ്ങനെയൊന്ന് പേടിക്കാതെ മനസ്സമാധാനത്തോടെ ഒരു രാത്രിയെങ്കിലും ഉറങ്ങാൻ എൻ്റെ കൊച്ചിനും എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഭാഗ്യവാനാണ്. ഏകദേശം ഇതേ അവസ്ഥയാണ് ഇസ്രായേൽ ജനത. അവർ സ്വസ്ഥമായി കിടന്നുറങ്ങുകയാണ്. ദൈവത്തിന്റെ ആലയം ദാ നശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവിടെ ഉറക്കത്തെ നോക്കി യഹോവയായ ദൈവം പറയുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങളെ എന്തുകൊണ്ട് നിങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഈ കൂർക്കം വലിച്ചുറങ്ങുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ വിതച്ചു, കുറച്ചു മാത്രമേ കൊയ്തുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചു, ഒരിക്കലും നിങ്ങൾക്ക് തൃപ്തരായിട്ടില്ല. പാനം ചെയ്തു, തൃപ്തി വരുന്നില്ല. വസ്ത്രം നിങ്ങൾ ധരിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ കുളിര് മാറ്റുന്നില്ല. നിങ്ങൾ കൂലിവേല ചെയ്യുന്നു, പക്ഷേ ഓട്ടസഞ്ചിയിലേക്കാണ് അത് ഇട്ടുപോകുന്നത്. ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകർന്നു പോകുന്ന ബന്ധത്തെയാണ് സ്നേഹമുള്ളവരെ ഈ ദശിക്കപ്പെട്ട ദൈവാലയം സൂചിപ്പിക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിന്റെ അടയാളമാണ് ഈ ദൈവാലയം നശിക്കപ്പെട്ട് കിടക്കുന്നത്. എന്നിട്ട് പറയുക, നശിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധം നശിപ്പിക്കപ്പെട്ട് കിടക്കുമ്പോൾ എങ്ങനെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും? അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുവാൻ പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മുൻപിലേക്ക് വെച്ച് തന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്, എന്നെങ്കിലും നിങ്ങൾക്ക് തൃപ്തി വരുന്നുണ്ടോ? ഇസ്രായേൽ ജനത ഈജിപ്തിലേക്കുള്ള യാത്രയിൽ മാലാഖമാരുടെ ഭക്ഷണം കഴിച്ചു, മന്ന ഭക്ഷിച്ചു. ആദ്യമൊക്കെ അവർക്ക് തൃപ്തിയുണ്ടായി. പിന്നെ മാലാഖമാരുടെ ഭക്ഷണം അവർക്ക് അരോചകരമായി മാറി. ഇതെന്താണ്? ഇത് തിന്ന് ഞങ്ങൾ മടുത്തു. അവർ ദൈവത്തിന്റെ ഭക്ഷണം തിന്ന് മടുത്തപ്പോൾ അവർ ചിന്തിച്ചത് എന്താണ്? ഈജിപ്തിൽ തങ്ങൾ ഉപേക്ഷിച്ചു പോയ ഇറച്ചിച്ചട്ടികളുണ്ട് ഒത്തിരി. ഇഷ്ടംപോലെ ഉള്ളിയുണ്ട്, ഇഷ്ടംപോലെ മാംസമുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷിക്കാൻ സാധനമുണ്ട്. ഇതൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൃപ്തരായിരുന്നു. പക്ഷേ ഈ ദൈവം നൽകിയ ദൈവത്തിന്റെ മാലാഖമാരുടെ ഭക്ഷണം കഴിച്ചപ്പോൾ ഞങ്ങൾക്കൊരു തൃപ്തിയുമില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച 9:30 ഒരു കുടുംബം പ്രാർത്ഥിക്കുവാൻ വന്നു. അപ്പനും 3 മക്കളും. അവര് പള്ളിയിൽ വന്ന് അവിടെ വന്ന് കുരിശിന്റെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും കുരിശിന്റെ ചുവട്ടിലേക്ക് നടക്കുക കണ്ടപ്പോഴത്തേക്കിന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു, സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, ഞാൻ ചോദിച്ചു, എന്തെന്താണ് എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷമാണ്? അവൻ പറഞ്ഞു, ഇന്നെന്റെ മൂത്ത മകന്റെ ബർത്ത്ഡേ ആണ്, ഞാൻ വിഷ് ചെയ്തു കൊച്ചിനെ. ഞാൻ ചോദിച്ചു, എന്തൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടികൾ? പായസമൊക്കെ വെച്ചിരുന്നോ? അവർ പറഞ്ഞു, പായസമൊക്കെ ഞങ്ങൾ വെച്ചിരുന്നച്ചാ, എന്നാൽ ഇന്ന് വൈകിട്ട് ഞങ്ങള് സപ്പർ പുറത്തായിരുന്നു. ഞങ്ങള് അൽഫാം മന്തി കഴിച്ചിട്ടാണ് വരുന്നത്. കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ, എന്താണെന്നറിയില്ല. അൽഫാം മന്തി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, സന്തോഷമാണല്ലോ. അപ്പൊ മൂത്ത കൊച്ചു പറഞ്ഞു, ഇത് കഴിച്ചിട്ടൊന്നും ഒരു തൃപ്തി വരുന്നില്ല അച്ഛാ. എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഈ ചോറും കറികളുടെയും രുചി ഈ അൽഫാം മന്തിക്കില്ല, തൃപ്തി വരുന്നില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര വലിയ വലിയ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ കാശ്മീരിൽ ലേയിൽ ജോലി ചെയ്യുന്നുണ്ട്. വലിയൊരു ഹോട്ടലിലാണ്, നല്ല ഇന്റർനാഷണൽ ഹോട്ടലാണ്. ആ ഹോട്ടലിൽ അവൻ നാട്ടിൽ വരുമ്പം 6 മാസം കൂടുമ്പോൾ നാട്ടിൽ വരും.
നാട്ടിൽ വരുമ്പോൾ അവൻ പറയും, അച്ഛാ ഞാൻ എന്തിനാണെന്നറിയാവോ ഈ 6 മാസവും ഈ സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് ഓടി വരുന്നത്? ഞാൻ പറഞ്ഞതാ, എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന ചോറും കറിയില്ലേ അതൊന്ന് കഴിക്കാൻ വേണ്ടിയാ. എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഇന്റർനാഷണൽ ഹോട്ടല്, ഏത് രാജ്യത്തിന്റെ ഭക്ഷണം ചോദിച്ചാലും റെഡിയായി കിടക്കുന്ന ഈ പിൽഗ്രിം സെന്ററിൽ കാശ്മീരിൽ കിടക്കുന്ന ലേയിൽ അടുത്ത് കിടക്കുന്ന ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പയ്യൻ പറയുക, ഞാൻ എത്രമാത്രം ഇന്റർനാഷണൽ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും ശരി, എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഈ ചോറും കറിയിനേക്കാളും ഒരു പഴിച്ചിട്ട് തൃപ്തി വരുന്നത് പോലെ എനിക്ക് മറ്റൊന്നിലും തൃപ്തിയില്ല ചാ. അതുകൊണ്ടാണ് ഞാൻ ഓടി ഓടി വരുന്നത്. സ്നേഹമുള്ളവരെ, എന്താണ് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ ഗുണം? ഈ ചമ്മന്തിയും ഈ കഞ്ഞിയും ഒക്കെ കുടിക്കുമ്പോൾ ആ മകൻ പറയും, അമ്മ ഇച്ചിരോടെ ഇട്, അല്പം കൂടെ തരുവോ? അപ്പൊ അമ്മയുടെ കണ്ണ് തിളങ്ങും, അമ്മയുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകും. നീ കഴിച്ചോ മകനെ എന്നും പറഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ ഇടും. അത് കഴിച്ചു കഴിയുമ്പോഴത്തേന് അവനിങ്ങനെ കഴിക്കുന്ന ആർത്തിയോടെ കഴിക്കുന്ന അമ്മ നോക്കി നിൽക്കും. അതിനുശേഷം അവൻ അമ്മയോട് പറയും, അമ്മ അല്പം കൂടെ തരുവോ? അപ്പൊ അമ്മയുടെ കണ്ണ് ഒന്നുകൂടെ വികസിക്കും, ഒന്നുകൂടെ പുഞ്ചിരിക്കും. എന്നിട്ട് ചോദിക്കും, നീ അവിടെ ഒന്നും കഴിക്കാതാണല്ലോ കിടക്കുന്നത്? എനിക്ക് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും, അമ്മയുടെ ഹൃദയവും സന്തോഷം കൊണ്ട് നിറയും. അച്ഛാ, ഇതിനേക്കാളും നല്ലൊരു ഭക്ഷണം എൻ്റെ ജീവിതത്തിലില്ല. തൃപ്തി വരും. സ്നേഹമുള്ളവരെ, ദൈവം തരുന്ന ഭക്ഷണത്തിന് തൃപ്തിയുണ്ടാകും. നമ്മളെങ്ങനെയാണ് ദൈവം നമുക്ക് തരുന്ന ഭക്ഷണം? ഓരോ ദിവസവും ഈ അൾത്താരയിൽ കുരിശിന്റെ മുകളിൽ കിടന്നുകൊണ്ട് നമുക്ക് സ്വന്തം ശരീരത്തെ ചുട്ടപ്പമാക്കിയവൻ തരും. ആ അപ്പം ഭക്ഷിക്കുന്നതിലായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാധുര്യം. ആ ഭക്ഷണമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി നൽകേണ്ടത്. ദൈവം തരുന്ന ഭക്ഷണം തന്റെ ശരീരവും തന്റെ രക്തവുമാണെങ്കിൽ അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിലുള്ളാകുന്ന ഒരു സന്തോഷവും സമാധാനവും ഒന്നും എനിക്ക് കിട്ടില്ല എന്നൊരു ബോധ്യം നമ്മൾ വളരുമ്പോൾ, സ്നേഹമുള്ളവരെ, ദൈവം നമ്മളെ ഒത്തിരിയധികം സ്നേഹിക്കും. ദൈവം വെച്ചു തരുന്ന അപ്പം ഈ അമ്മയേക്കാൾ 10 മടങ്ങ് സ്നേഹം, ഈ അമ്മയേക്കാൾ 10 മടങ്ങ് സന്തോഷത്തോടുകൂടെ തന്റെ ശരീരം പങ്കുവെച്ചു തരുന്ന ഒരപ്പന്റെ സ്നേഹം. അതാണ് നമുക്ക് തൃപ്തി തരിക. നമ്മൾ ഒത്തിരി ഭക്ഷിച്ചു, പക്ഷെ നമ്മൾ ആരും തൃപ്തരായിട്ടില്ല. ഒത്തിരി നമ്മൾ പാനം ചെയ്തു, പക്ഷെ നമ്മൾക്ക് ആർക്കും ദാഹം തീർന്നിട്ടില്ല. എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ വസ്ത്രങ്ങൾ പുതച്ചു, തണുപ്പ് മാറിയോ? ഇല്ല. കാരണം ദൈവത്തിന്റെ സാന്നിധ്യവും സംരക്ഷണവും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. ദൈവവുമായിട്ടുള്ള ബന്ധം മുറുകെ പിടിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ചൂട് നിങ്ങൾക്ക് ലഭിക്കുക. ദൈവം നൽകുന്ന സ്നേഹത്തിന്റെ ചൂട് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിന് സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ, നിങ്ങളുടെ ശരീരത്തിന് ചൂടുണ്ടാവുകയുള്ളൂ. അല്ലാത്തതെല്ലാം നിങ്ങളുടെ ശരീരത്തെ മരവിപ്പിച്ച് കളയും. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ചൂട് നമുക്ക് അനുഭവപ്പെടണം. വസ്ത്രം നമ്മൾ ധരിക്കണം. പറയാ, കൂലി, നിങ്ങൾ ഇഷ്ടം പോലെ കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ കൂലിയെല്ലാം ഓട്ടസഞ്ചിയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ കുടുംബങ്ങളിലുള്ള ഒരു പരാതിയാ, എന്തേരെ കഷ്ടപ്പെടുന്നു, എന്തേരെ സമ്പാദിക്കുന്നു, രാവിലെ മുതൽ സന്ധ്യയായി സമ്പാദിച്ചിട്ടും ഒന്നുമില്ല, എല്ലാം പോകുക. ഇതിലേക്കൂടെയാ? കോട്ട വഴി. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാ, എല്ലാ ദിവസവും 1000 രൂപയ്ക്ക് വേണ്ടി 1000 രൂപയ്ക്ക് ഞാൻ ജോലി ചെയ്യും, മിക്കവാറും എല്ലാ ദിവസവും ചെയ്യും 1000 രൂപയ്ക്ക് ജോലി. പക്ഷെ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കൈകളിൽ ഒന്നും ഉണ്ടാകില്ല. കഥ ഇങ്ങനെയാണ് പറയുന്നത്, 10 മണിക്കും 4 മണിക്കും ഭക്ഷണം കഴിക്കും, ഒരു 150-200 രൂപ അങ്ങനെ പോകും. ചെല്ലുമ്പോഴത്തേക്കിന് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് പോകണം, ഒരു 150 രൂപ അങ്ങനെ പോകും. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം കൊണ്ട് ഗവൺമെന്റിന് കൊടുക്കണമല്ലോ കുറച്ച് പൈസ, അതൊരു 100-300-400 രൂപ ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിച്ചു വരുമ്പോൾ കൈ ഓട്ടയായി പോയി. പലരും പറയുന്നുണ്ട്, ഓട്ട കൈയാണച്ചാ, ഒന്നും നിൽക്കുന്നില്ല. എന്താ കാരണം? ഒത്തിരിയധികം നമ്മൾ സമ്പാദിക്കുന്നു, പക്ഷെ ദൈവത്തോട് കൂടെ നിന്ന് സമ്പാദിക്കാത്തതെല്ലാം ചിതറിക്കപ്പെടും. എന്തു വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? ദൈവമഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ്
ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാനാകൂ. ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ വെറുതെ പോകുന്നത്, ഉപയോഗശൂന്യമായി പോകുന്നത്, ആർക്കും ഉപകരിക്കാനാകാത്തത്, കുടുംബത്തിനുമില്ല, മക്കൾക്കുമില്ല, ഭാര്യയ്ക്കുമില്ല, സമൂഹത്തിനുമില്ലാതെ വെറുതെ നശിച്ചു കൊണ്ടുപോകുന്നത് ദൈവ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ്. ഇസ്രായേൽ ജനത ഒത്തിരി ചെയ്തായിരുന്നു, പക്ഷെ ഒന്നും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്തില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ജീവിക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. എന്നിട്ട് അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനത്തെ അവരുടെ മുമ്പിൽ ഹഗ്ഗായി പ്രവാചകൻ പറഞ്ഞപ്പോൾ ഈ മനുഷ്യർ ദൈവത്തിൽ വിശ്വസിച്ചു, അവനെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവൻ വെച്ച പ്രവാചകനിൽ അവർ വിശ്വസിച്ചു. രണ്ട് കാര്യങ്ങൾ അവർ ചെയ്തു. ദൈവത്തെ അനുസരിക്കാൻ അവർ തീരുമാനമെടുത്തു. ദൈവത്തിന്റെ പ്രവാചകനായ ഹഗ്ഗായിൽ അവർ വിശ്വാസമർപ്പിച്ചു. ഇവൻ ദൈവത്തിന്റെ വചനമാണ് തങ്ങളോട് സംസാരിക്കുന്നത്, ദൈവം തന്നെയാണ് തങ്ങളോട് സംസാരിക്കുന്നുള്ള ബോധ്യത്തിലേക്ക് ഈ ഇസ്രായേൽ ജനതയും ഈ സെറുബ്ബാബേലും അതേപോലെ പ്രധാന പുരോഹിതനായ ജോഷുവയും കൂടെ ഉണ്ടായിരുന്ന ജനവും എല്ലാം അങ്ങോട്ട് വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം അങ്ങോട്ട് മാറി മറിയുകയാണ്. അവരുടെ വീട്ടിൽ ജീവിതം മാറി മറിയുക. യഹോവയായ ദൈവം ഹഗ്ഗായി പ്രവാചകനോട് വീണ്ടും പറയും, നീ എഴുന്നേറ്റ് പോവുക, നീ എഴുന്നേറ്റ് ഇസ്രായേൽ ജനതയെ അടുക്കൽ ചെന്ന് പറയുക, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും അനുഗ്രഹിക്കുവാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് പ്രോമിസ് ചെയ്യുകയാണ്, വാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങൾ എന്നെ അനുസരിക്കാനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്തപ്പോൾ, എന്റെ പ്രവാചകന്റെ വചനങ്ങളെ ശ്രവിക്കുവാൻ നിങ്ങൾ ചെവികൾ കൊടുത്തപ്പോൾ, ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും അത് ഫലദായകമായിട്ട് മാറും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവം പറയുന്ന ഇങ്ങനെ, നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞാൻ തകർത്തടിക്കും, ഞാൻ ഈ പ്രപഞ്ചത്തെ കുലുക്കും, പ്രപഞ്ച ശക്തികൾ ഇളകും, എല്ലാം കണ്ട് ജനം ഭയക്കും, എല്ലാവരും എന്നിലേക്ക് തിരിച്ചു വരും. വലിയ ഒരു കഷ്ടകാലത്തിന്റെ പ്രവചനം പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ ജനതയും നിങ്ങളുടെ കീഴിലേക്ക് ഞാൻ കൊണ്ടുവരും. കാരണം നിങ്ങൾ എന്നെ അനുസരിക്കുവാനും എന്റെ സ്വരം ശ്രവിക്കുവാനും സാധിച്ചു. അതുകൊണ്ട് എന്താ പറയുന്നത്? ഞാൻ എന്റെ മുദ്രമോതിരം നിങ്ങളെ അണിയിക്കും. ഞാൻ എന്റെ മുദ്രമോതിരം അണിയിക്കും. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എപ്പോഴാ? ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അവന്റെ പ്രവാചകനെ അനുസരിക്കുവാനും ഇസ്രായേൽ ജനത തീരുമാനമെടുത്തപ്പോൾ ദൈവം തന്റെ മുദ്രമോതിരം അവന് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നീ എന്റേതാണ്. ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല. എത്ര വലിയ യുദ്ധങ്ങൾ ഉണ്ടായാലും നീ തകർക്കപ്പെടില്ല. നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെ സംരക്ഷണവും ഞാനാണ് നീ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ അടയാളമായി മുദ്രമോതിരമായി നമുക്ക് മാറണമെങ്കിൽ ഹഗ്ഗായി പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ട് കാര്യമാണ്. ദൈവത്തെ അനുസരിക്കുക. പാപത്തിലൂടെ ജീവിക്കുമ്പോൾ, ലോകത്തിന്റെ അരൂപികളിലേക്ക് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളും നിങ്ങളുടെ ദൈവവും തമ്മിലുള്ള ബന്ധമാണെന്ന് ഓർക്കുക. അത് വീണ്ടെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകും. അത് വീണ്ടെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകും. മുഹമ്മദ് റസൂലിന്റെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞു പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തില് ആർഭാടങ്ങളും, കോൺവെന്റിൽ വന്നപ്പോഴും തന്നെയും ആർഭാടത്തോടെ ജീവിച്ചതാ. പക്ഷെ ഒരു ദിവസം അവരുടെ ജീവിതത്തെ തൊട്ടു. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന സംഭവം ദൈവം നൽകി. അത് ദൈവം തന്നോട് സംസാരിക്കുന്നതായി മുഹമ്മദ് റസൂലിന് മനസ്സിലായി. പിന്നീട് അവൾ ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി. ആ സ്നേഹത്തിന്റെ അടയാളമായിട്ടാണ് ഇന്ന് അമ്മയെ നമ്മൾ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ഈ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും യാചിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ആയിരങ്ങൾ, പതിനായിരങ്ങൾ
നമ്മുടെ ഈ ആലയത്തിൽ ഒന്നിച്ചു കൂടുന്നതും എന്തുകൊണ്ടാ? ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചു ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ശബ്ദമായി തിരിച്ചറിഞ്ഞ് തന്റെ ജീവിതം ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നു. അങ്ങനെ അവൾ വിശുദ്ധയായിട്ട് മാറി. നമ്മളോടും പറയുന്ന ഇത് തന്നെയാണ്. ഹഗായി പ്രവാചകൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക. സങ്കീർത്തനം 59 രണ്ടാമത്തെ തിരുവചനം വായിക്കാം. നിന്റെ അകൃത്യത്തിനെയും നിന്റെ അകൃത്യങ്ങളും നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നാമും ദൈവവും തമ്മിലുള്ള ബന്ധം വിട്ടുപോകുമ്പോൾ എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക? നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ ദൈവത്തിന്റെ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. നീ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. അവിടെ ദൈവത്തിനല്ല സ്ഥാനം, നിനക്കാണ് സ്ഥാനം. നീ സ്നേഹിക്കുന്നവർക്കാണ് സ്ഥാനം, ദൈവത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് എന്താ ചെയ്തത്? നിനക്കും എന്റെ മുഖവും തമ്മിൽ ഞാൻ മറച്ചിരിക്കും, ഒരു മറ വെച്ചിരിക്കുന്നു. ഇനി നിന്റെ മുഖം എനിക്ക് കാണുവാനോ എന്റെ മുഖം നിനക്ക് കാണുവാനോ കഴിയില്ല. നീ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കേൾക്കാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് അവന് മനസ്സിലാകുന്നില്ല. കാരണം ഒരു മറ വെച്ചിരിക്കുക. നീയും ദൈവവും തമ്മിലുള്ള ബന്ധം വിട്ടുപോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അനുഭവമാണ് ദൈവം ഒരു മറ വെച്ചിരിക്കുക. ദൈവത്തിന്റെ മുഖം നമുക്ക് കാണുവാനോ ദൈവത്തെ നമുക്ക് കാണുവാനോ സാധിക്കാത്ത ഒരവസ്ഥ. അതാണ് ഏറ്റവും വലിയ അവസ്ഥ. ഈ സമയത്ത് നിന്നാണ് ദാവീദ് രാജാവിന്റെ ആണ് സങ്കീർത്തനം. പാപത്തിൽ ജീവിച്ച മനുഷ്യനാണ്. ദൈവം ആഗ്രഹിക്കാത്ത പാപങ്ങളിലൂടെ കടന്നുപോയവനാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട മനുഷ്യനാണ് ദാവീദ്. കൂടെ ഉണ്ടായിരുന്ന ദൈവം എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തു. എല്ലാ ദുഷ്ടരെയും കൊന്നൊടുക്കാൻ സഹായിച്ചു. പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നകന്നുപോയി. അന്ന് അവന്റെയും ദൈവത്തിന് മുമ്പിൽ ഒരു മറയായിട്ട് വന്നു. അവന് മനസ്സിലായി. അതുകൊണ്ട് 51-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വചനത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞു പറയും, കർത്താവേ, ഞാൻ പാപം ചെയ്തു, എന്റെ പാപത്തിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എന്റെ അകൃത്യം നിശേഷം മായിച്ചു കളയണമേ. ഇത്രയും വലിയ പാപം ചെയ്ത തന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലായി. താൻ പാപിയാണെന്ന് മനസ്സിലായി. ദൈവകോപത്തിലാണ് ജീവിക്കുന്നത് മനസ്സിലായി. ദൈവം തന്റെ മുഖം തന്നിൽ നിന്ന് മറച്ചിരിക്കുമെന്ന് മനസ്സിലായപ്പോൾ ദാവീദ് രാജാവ് കരഞ്ഞുകൊണ്ട് പറയുക, കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി, എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. കാരണം നിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. നിന്റെ സംരക്ഷണം നിനക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് നീ കേൾക്കുന്നില്ല. എന്റെ കണ്ണുനീര് നീ കാണുന്നില്ല. എന്റെ കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി, എന്റെ പാപങ്ങളെ നീ നിശേഷം കഴുകിക്കളയണമേ. സ്നേഹമുള്ളവരെ, ഇതൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് വന്ന ദാവീദ് രാജാവിനെ സംരക്ഷിക്കുകയാണ് ദൈവം. അവനെ തന്റെ മുദ്രമോതിരം കൊടുത്തിട്ട് ദൈവം പറഞ്ഞ്, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഇന്നിതാ കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പാപങ്ങളെ ഓർത്തു കരഞ്ഞുകൊണ്ട് കർത്താവേ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ഞാനൊരു പാപിയാണ്, എന്നോട് കരുണ തോന്നണമേ, എന്റെ പാപങ്ങളെ നിശേഷം കഴുകിക്കളയണമേ എന്ന് കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നമുക്കും കിട്ടും ഒരു മുദ്രമോതിരം. നീ എന്റെ മകനാണെന്ന് ദൈവം പറയുന്നൊരു മുദ്രമോതിരം. മകനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ പാപങ്ങളെ നിശേഷം ഞാൻ കഴുകിക്കളഞ്ഞിരിക്കുന്നു, ഞാൻ മറന്നു കളഞ്ഞിരിക്കുന്നു, ഇനി ഒരിക്കലും ആ പാപം എന്റെ ഓർമ്മയിൽ പോലും ഇല്ല എന്ന് ദൈവം പറഞ്ഞുകൊണ്ട് നമ്മളെ അവിടുത്തെ മുദ്രമോതിരം അണിയിച്ച് സ്വന്തമായിട്ട് വീണ്ടെടുക്കും. ദൂതപുത്രന്റെ ഉപമയിലൂടെ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതാ മുദ്രമോതിരം അവനെ അണിയിക്കുക. ഊരിക്കളഞ്ഞില്ലേ, അപ്പനും മകനും നമ്മളെ ബന്ധം വിട്ടുകളഞ്ഞില്ലേ, ഇതാ അവന്റെ കരങ്ങളിലൊരു മുദ്രമോതിരം കൊടുക്ക്. വിട്ടുപോയ ബന്ധത്തെ പുനഃസ്ഥാപിച്ചു അടയാളം കൊടുക്ക്. കൊടുത്തില്ലേ ദൈവം? നമുക്കും തരും ഒരു മുദ്രമോതിരം.
ഹഗായി പ്രവാചകൻ വീണ്ടും പറയും, സെറുബ്ബാബേൽ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. കാരണം നീ നിന്റെ അവസ്ഥയെ കുറിച്ച് നീ ചിന്തിച്ചു. ജെറുസലേം ദേവാലയം പണിയുവാൻ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ജെറുസലേം ദേവാലയം പണിയുവാൻ അവരെ സഹായിച്ചു. നോക്കുക, ആരാണിത് സഹായിച്ചത്? ദൈവം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാം. അവരിത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് ഒന്നും നടന്നില്ല. രാജാക്കന്മാർ കടന്നുപോയി ജെറുസലേം ദേവാലയം പുനരുദ്ധരിക്കാൻ ഒന്നും നടന്നില്ല. പക്ഷെ ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവിന്റെ ഭവനം കെട്ടിപ്പടുക്കണമെങ്കിൽ സ്നേഹമുള്ളവരെ മനുഷ്യനാകില്ല. കർത്താവിന്റെ ഭവനം കെട്ടിപ്പടുക്കണമെങ്കിൽ ദൈവം തന്നെ നമ്മളെ സഹായിക്കണം. നമ്മൾ എത്രമാത്രം പാപത്തിൽ നകർന്ന് ജീവിക്കുവാൻ പരിശ്രമിക്കുന്നുവോ, ആഗ്രഹിക്കുന്നുവോ, അവിടെ ദൈവത്തിന്റെ തുണയില്ലെങ്കിൽ സ്നേഹമുള്ളവര് നമുക്കൊരിക്കലും പാപകരമായ ജീവിതം വിട്ടുപേക്ഷിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വന്നു വീണെങ്കിൽ മാത്രമേ ദൈവമക്കൾ കരുസ്ഥമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുക. അവൻ ജെറുസലേം ദേവാലയം പണിയുവാൻ ആരംഭിച്ചപ്പോൾ, കല്ലിന്മേൽ കല്ല് വെക്കാനായി ആരംഭിച്ചപ്പോൾ അവരുടെ ജീവിതത്തെ ആകമാനം മാറ്റി. അന്നുവരെ കന്നുകാലികൾ ചത്തൊടുങ്ങിയിരുന്നു, ഫലവൃക്ഷങ്ങൾ ഫലം നൽകിയില്ലായിരുന്നു. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജാക്കന്മാരെ ആക്രമിച്ചു. പക്ഷേ ദൈവത്തിന്റെ ആലയം പണിയുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതം കംപ്ലീറ്റ് മാറിപ്പോയി. ഭൂമി അനുഗ്രഹപ്പെട്ടു, ജനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സംരക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ ആലയം പണിയുവാൻ ആരംഭിക്കുമ്പോൾ ദൈവം നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ മുറുകെ പിടിച്ച് ശ്രേഷ്ഠമെന്ന് കരുതി ആ ബന്ധത്തിലേക്ക് ആഴപ്പെട്ട് വളരുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അതുപോലെയാകും. ജെറുസലേം ദേവാലയത്തിന്മേൽ കല്ല് വെച്ചപ്പോൾ തന്നെ അവരുടെ ജീവിതം മാറി മറിഞ്ഞു. സ്നേഹമുള്ളവരെ, ദൈവത്തിന് വേണ്ടി നമ്മൾ എപ്പോൾ ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് എപ്പോൾ പറയുന്നുവോ അന്ന് നമ്മുടെ ജീവിതം മാറും. നമ്മുടെ ജീവിതം മാറും. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് തരുന്ന സമ്മാനമാണ് സ്നേഹമുള്ളവരെ ദൈവത്തിന്റെ മുദ്രമോതിരം. ദൈവത്തിന്റെ മുദ്രമോതിരം അവൻ നമുക്ക് തരും. പിന്നീട് അവരുടെ ജീവിതം, സെറുബ്ബാബേലിന്റെ ഇതൊക്കെ ജീവിതം അവിടെ നിന്ന് പറഞ്ഞു. അവസാന വാക്യങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂദയായോട് പറയുന്നു. സൈനികളെ, ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും, അങ്ങനെ എല്ലാ ജനതകളെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും, ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും. അന്നുവരെ അവർക്ക് ആലയം പണിയാൻ തടിയില്ലായിരുന്നു, സ്വർണമില്ലായിരുന്നു, വെള്ളിയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. യഹോവയുടെ ആലയത്തിൽ ഒരു കല്ലിന്മേൽ കല്ല് വെച്ചപ്പോൾ യഹോവ പറയുക, സ്വർണം എന്റേതാ, വെള്ളി എന്റേതാ, ഈ മരങ്ങൾ എന്റേതാ, ഞാനത് കൊണ്ടുവരും. നിങ്ങൾക്ക് ദേശങ്ങളെ ഞാൻ ഇളക്കും, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരും, മരം കൊണ്ടുവരും, സ്വർണം കൊണ്ടുവരും, വെള്ളി കൊണ്ടുവരും. നിങ്ങൾ ഈ സ്വർണവും വെള്ളിയും ഈ മരവും ഉപയോഗിച്ച് ദൈവത്തിന്റെ ആലയം നിങ്ങൾ പുനരുദ്ധരിക്കും. കാരണം എന്റേതാണെല്ലാം, എന്റേത് മാത്രമാണെല്ലാം എന്ന് കർത്താവ് ഹഗായിയോട് പറയുകയാണ്. കൂട്ടിച്ചേർക്കുന്നുണ്ട് വചനത്തിൽ, ഈ ആലയത്തിൽ പൂർണ്ണ മഹിമ നീ കണ്ടിട്ടുണ്ടോ? ചോദിക്കുക, ജെറുസലേം ദേവാലയത്തിന്റെ പൂർണ്ണമായ മഹിമ നീ കണ്ടിട്ടുണ്ടോ? നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കണ്ടിട്ടില്ല, അതിന്റെ മഹത്വം നീ കണ്ടിട്ടില്ല. പക്ഷേ എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് പണിയുവാൻ പോകുന്ന ഈ ദേവാലയമുണ്ടല്ലോ, അതിനേക്കാൾ മനോഹരമായിരിക്കും. ദൈവത്തിന്റെ മഹത്വം അതിലുണ്ടായിരിക്കും, മഹോന്നതമായിരിക്കും. നീ കണ്ടിട്ടില്ല, നീ കേട്ടിട്ടില്ല. മറിച്ച് ഞാൻ നിന്നോട് പറയുന്നു, നീ പണിയുവാൻ പോകുന്ന ഈ ഭവനമുണ്ടല്ലോ,
അത് പൂർവ ദേവാലയത്തെക്കാൾ മഹത്വവും മഹിമയുള്ളതായിട്ട് ഞാൻ മാറ്റും. ആരാ പറയുന്നത്? യഹോവ. സ്നേഹമുള്ളവരെ, ദൈവത്തിന് വേണ്ടി നമ്മൾ ദേവാലയം പണിയുമ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ കൂട്ടിയുറപ്പിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ ഓർക്കുക, ആ ബന്ധത്തിന് പൂർവാധികം ഭംഗിയുണ്ടാകും, അതിന് പൂർവാധികം ശക്തിയുണ്ടാകും. ആ ബന്ധം എന്നേക്കും നിലനിൽക്കും. കാരണം ആ ദൈവം നമ്മോട് പറയുക, ഇതാ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. നീ എന്നെ അനുസരിക്കുവാനും എന്റെ പ്രവാചകന്മാരെയും അനുസരിക്കുവാൻ തീരുമാനിക്കുമ്പോൾ, എന്റെ വചനത്തിന് വേണ്ടി നീ ദാഹിക്കുമ്പോൾ, ആ വചനത്തിൽ ജീവിക്കുവാൻ നീ പരിശ്രമിക്കുമ്പോൾ, പൂർവാധികം മഹിമയോടുകൂടെ ഞാനും നീയും തമ്മിലുള്ള ബന്ധമുണ്ടാകും. അപ്പോൾ ഞാൻ നിന്നെ അണിയിക്കുവാൻ പോകുന്ന മുദ്രമോതിരം അതിനേക്കാൾ മഹത്വമുള്ളതായിരിക്കും. കർത്താവ് മുദ്രമോതിരം അണിയിക്കുക നമ്മളെ എപ്പോഴാ? മഹത്വപൂർണമായ ഒരു ദേവാലയം പണിതുക്കുമ്പോൾ, മഹത്വപൂർണമായ ഒരു ദൈവ മനുഷ്യ ബന്ധത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അത് നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, അവൻ നമുക്ക് മുദ്രമോതിരം തരും. നീ എന്റെ സ്വന്തം എന്ന് പറയും. സ്നേഹമുള്ളവരെ, അതുപോലെ ദൈവത്തിന്റെ മുദ്രമോതിരം പതിച്ച് ദൈവം സ്വന്തമാക്കിയ, ദൈവത്തെ സ്വന്തമാക്കിയ അമ്മ ത്രേസ്യയുടെ തിരുനാളിന്റെ തുടക്കം കുറിക്കുമ്പോൾ ഓർക്കുക, ദൈവം കാത്തിരിക്കുകയാണ് ഇവിടെ നമ്മളെ മുദ്രമോതിരം അണിയിച്ചുകൊണ്ട്, മകനെ നീ എന്റെ സ്വന്തമാണെന്ന് ലോകത്തോട് പറയാൻ. നീ ഒന്ന് മനസ്സ് തിരിഞ്ഞു വരുമ്പോൾ നിന്നെ മുദ്രമോതിരം അണിയിക്കാൻ ഇതാ നിന്റെ കർത്താവ് നിന്റെ മുൻപിലുണ്ട്, അൾത്താരയിലുണ്ട്. പ്രവാചക വചനങ്ങളെ കേട്ട് അവന്റെ വചനങ്ങളിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ നമ്മളും അനുഗ്രഹിക്കപ്പെടും. അമ്മ ത്രേസ്യയെ പോലെ തന്നെ അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധരായിട്ട് നമുക്ക് മാറുവാനും സാധിക്കും. ആ ഒരു കൃപ നമുക്കുണ്ടാവട്ടെ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾക്ക് അതിന് സഹായകമായി തീരട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാവർക്കും ആശംസിക്കുന്നു. തിരുനാൾ നടക്കുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു പുതിയ സൃഷ്ടിയായി അമ്മ ത്രേസ്യ മാറിയതുപോലെ ഒരു പുതിയ സൃഷ്ടിയായി എന്നെയും ദൈവമേ മാറ്റണമേ. തകർന്നു പോയിട്ടുള്ള നമ്മുടെ ആ ബന്ധമുണ്ടല്ലോ, അതൊന്ന് മുറുകെ പിടിപ്പിക്കുവാൻ നീ തന്നെ ഇറങ്ങണമേ. അശക്തനാണ് ഞാൻ, നിന്റെ സംരക്ഷണമില്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല എന്ന് എളിമയോടുകൂടെ കർത്താവിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ മഹത്വപൂർണമായ ഒരു ബന്ധം നമുക്ക് ദൈവവുമായിട്ട് സ്ഥാപിച്ചെടുക്കുവാൻ പറ്റും. ആ ഒരു ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ട വചനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം ഇന്ന് എന്റെ മുൻപിൽ ഇരിക്കുന്നത് തന്റെ മുദ്രമോതിരം അണിയിച്ച് എന്നെ നിന്റെ സ്വന്തമാക്കി തീർക്കുവാനെന്നുള്ള ബോധ്യത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തകർക്കപ്പെട്ട ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ അവിടുന്ന് തന്നെ മുദ്രമോതിരം അണിയിച്ച് നീ എന്റേതാണ് മകനെ എന്ന് പറയുന്ന ഒരവസ്ഥയോർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ആ ഭവനം പണിയുവാൻ അവൻ തന്നെ മുൻകൈ എടുക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് തൃപ്തി വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ആലയം പണിയുവാൻ കല്ലിന്മേൽ കല്ല് വെക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്തരമായ ഒരു ദൈവ മനുഷ്യബന്ധം പുനഃസ്ഥാപിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ആത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായി കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോലെ, സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. വിളിക്കട്ടെ ഈശോയെ, ശക്തിയോടെ വിളിക്കട്ടെ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ, ആലയം മുഴുവൻ നിറഞ്ഞ അഭിഷേകത്തോടെ, ദേശം മുഴുവൻ അഭിഷേകത്തോടെ, പ്രപഞ്ചം മുഴുവൻ നിറയുന്ന അഭിഷേകത്തോടെ, സർവശക്തനായ ദൈവത്തിന്റെ നാമം, അത്യുന്നതനായ ദൈവത്തിന്റെ നാമം, പരിശുദ്ധനായ ദൈവത്തിന്റെ നാമം, ആത്മാവിന് നമ്മൾക്ക് നൽകുന്നവന്റെ നാമം, നമ്മുടെ മേൽ ആത്മാവിനെ വസിക്കുന്നവന്റെ നാമം, അയക്കുന്നവന്റെ നാമം, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ സഹായിക്കുന്നവന്റെ നാമം, ആ സ്നേഹാക്ക് നമ്മളിലേക്ക് ഹൃദയത്തിലേക്ക് കൊളുത്തുന്നവന്റെ നാമം, ശക്തിയോടെ ജ്വലിപ്പിക്കുന്നവന്റെ നാമം. ശക്തിയോടെ വിളിക്കട്ടെ. ശാല ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ഇവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ സ്തോത്രം, ഈശോയേ. ഒരേ മനസ്സോടെ സ്തുതിക്കട്ടെ, ശബ്ദമുയർത്തി സ്തുതിക്കട്ടെ, ഒരേ ഹൃദയത്തോടെ സ്തുതിക്കട്ടെ, വലിയ ആരവത്തോടെ സ്തുതിക്കട്ടെ, ആത്മാവിന്റെ നിറവിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ സ്തോത്രം. തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക, തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ചൈതന്യം നമ്മിലേക്ക് വർഷിക്കപ്പെടട്ടെ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. അങ്ങയുടെ അഗ്നി ഞങ്ങളിലേക്ക് ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണം. എന്നും ആ സ്നേഹത്തിന്റെ അഗ്നിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അറ്റുപോയ ഞങ്ങളുടെ ബന്ധത്തെ മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ അതിൽ വിളക്കി ചേർക്കുന്ന ആ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് കാലുകൾക്കൊന്ന് മാറ്റിച്ചവിട്ടി ആനന്ദത്തോടെ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ കാലുകൾ മാറ്റിച്ചവിട്ടി ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ആത്മാവിന്റെ നിറവിലൂടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. എല്ലാവരും കൃപയായി വരണേ. പറന്നിറങ്ങണമേ. എല്ലാവരും ചേർന്ന് സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോലെ, എല്ലാവരും സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോലെ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. എല്ലാവരും ആത്മ
നദിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കട്ടെ. വലിയ അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. സഖിയോൻ സാലിറങ്ങിയ പരിശുദ്ധാത്മാവ് ഇതിലേക്ക് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ ജ്ഞാനത്താൽ നമ്മളെ നിറയ്ക്കട്ടെ. നന്മതിന്മകളെ തിരിച്ചറിയുവാൻ അവിടെ നമ്മളെ സഹായിക്കട്ടെ. അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിപ്പിടിപ്പിക്കുവാനുള്ള സഹായിക്കട്ടെ. അതെനിക്ക് ഏറ്റവും അനിവാര്യമായെന്നുള്ള ബന്ധമാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് വിളിക്കാം. ഈശോയേ, തകർന്നുപോയ ബന്ധങ്ങളെ പുനരുദ്ധരിക്കുവാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ഐക്യപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും കർത്താവെ എടുത്തു മാറ്റണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ സഹോദരൻ എനിക്ക് വേണമെന്നുള്ള ബോധ്യത്തോടുകൂടെ അവനോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ എത്ര വലിയ അപരാധമാണ് അവൻ ചെയ്താലും എന്നോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോടെ തകർന്ന മനസ്സോടെ വിളിക്കട്ടെ, ആഗ്രഹത്തോടെ വിളിക്കട്ടെ. അങ്ങനെ എന്റെ ദൈവവും ഞാനും തമ്മിലുള്ള മുറിഞ്ഞുപോയ ബന്ധത്തെ മുറുകെ പിടിക്കാനും കൂട്ടിയോജിപ്പിക്കുവാനും ആത്മാവ് ശക്തി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ വിളിക്കട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ സ്തോത്രം, ഈശോയേ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് മാറ്റി ചവിട്ടി അനുകരിക്കുന്ന നടിച്ച് സന്തോഷത്തോടെ സഭയെ അത്ഭുതകരമാം മോശയിലൂടെ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ ചേർന്ന് ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനവരങ്ങളുമായി നീ വരണേ. പാടാം. ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനവരങ്ങളുമായി നീ വരണേ. കൃപയായി വരണേ, പറന്നിറങ്ങണമേ. സെഗിയോൻ സാലയിൽ ഇറങ്ങിയപ്പോൾ തുള്ളിച്ചാടി ആനന്ദത്തോടെ എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ ഇറങ്ങിയപ്പോൾ ശക്തിയിലഗ്നി പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ, ആത്മജ്ഞാനം നൽകണമേ. ശക്തിയോടെ നദിയായൊഴുകണമേ, ആത്മസ്നാനം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ.